എല്ലാവർക്കും സ്വാഗതം. അന്യനെ സ്നേഹിക്കുന്നതിലൂടെ ന്യായപ്രമാണത്തെ നിവർത്തിക്കുന്നു എന്ന റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടപ്പെട്ടിരിക്കരുത്. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഫോർ ഹി ഹു ലവ്സ് ഹിസ് നെയ്ബർ ഹാസ് ഫുൾഫിൽഡ് ദ ലോ. ന്യായപ്രമാണം നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നേഹത്തിലൂടെ എല്ലാം സംയോജിപ്പിക്കപ്പെടുകയാണ്. സ്നേഹമാണ് എല്ലാത്തിൻ്റെയും പ്രതിവിധി. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ ഒരധ്യായം തന്നെയാണ്. സ്നേഹത്തിൻ്റെ കാവ്യവർണ്ണനകൾ അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൽ കോറിയിടുന്നുണ്ട്. അവിടെ സ്നേഹത്തെക്കുറിച്ച് വളരെ ദീർഘമായി അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല എന്ന് തുടങ്ങി സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ. സ്നേഹിക്കാം.